ഈ അടുത്ത് നടന്ന PSC പരീക്ഷയിലെ ഒരു കണക്കിന്റെ ചോദ്യമാണ്. കണ്ടാൽ നമുക്ക് വലിയൊരു ചോദ്യമായിട്ട് തോന്നും. നന്നായി ആലോചിച്ചാൽ വളരെ ഈസി ആയിട്ട് ഈ കണക്ക് ചെയ്യാം. എന്താണ് കണക്ക്? 7.5 പിന്നെ വലിയൊരു ബ്രാക്കറ്റ് ഉണ്ട്, അതിനോട് ചെറിയൊരു ബ്രാക്കറ്റ് ഉണ്ട്. ആ ചെറിയൊരു ബ്രാക്കറ്റ് 22.36 പ്ലസ് 27.6 പിന്നെ കുറയ്ക്കണം. പിന്നെ ചെറിയ ബ്രാക്കറ്റ് 5, 7, 3. നമുക്കറിയാം ബ്രാക്കറ്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യും. ബ്രാക്കറ്റിൽ ആദ്യം ചെയ്യുമ്പോൾ 22.36 പ്ലസ് 27.6 ഇത് നമുക്ക് പിന്നെ മനസ്സിലെ കണക്കൂട്ടാവുന്നതേ എഴുതി കൂട്ടണമെന്നൊന്നുമില്ല. ആ പോയിന്റിൽ നോക്കുക. പോയിന്റുകളിൽ 36, അവിടെ 64. നമുക്കറിയാം 36, 64 കൂട്ടിയാൽ 100 ആണ്. 100 ആയാൽ 100 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 100 എന്ന് നമ്മൾ എഴുതി. ആ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന് 2 സ്ഥാനമാണ്, അതിന് 2 സ്ഥാനമാണ്. ആ 2 സ്ഥാനം മാറ്റിയാൽ എന്ന് കിട്ടും 1.00 എന്ന് കിട്ടും. 1.00 എന്നുള്ള 1 എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 1 കിട്ടിക്കഴിയും. ഇനിയോ 22, 27 കൂട്ടിയാൽ 49 ആണ്. ഇവിടുത്തെ 22, ഇവിടുത്തെ 27 രണ്ടും കൂട്ടിയപ്പോൾ 49 ആണ്. ആ 49 ഒന്നും കൂടി കൂട്ടിയാൽ 50 ആണ്. എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം കൂടി കൂട്ടുന്ന ഉത്തരം 50. ഈ ബ്രാക്കറ്റിൽ മൊത്തം കിട്ടും. ഇനി അടുത്ത ബ്രാക്കറ്റിലോ? അടുത്ത ബ്രാക്കറ്റിൽ അങ്ങനെ ഇതുണ്ട്, പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇത്തരം കണക്കുകൾ പെട്ടെന്ന് ചെയ്യാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ ശ്രദ്ധിച്ചാൽ. എന്താണത്? ഇവിടെ 5, 7, ഇവിടെ 4. 57, 43 കൂട്ടിയാൽ നേരത്തെ പറഞ്ഞതുപോലെ 100 ആണ്. അവിടെ 2 സ്ഥാനമാണ് 0.57, അവിടെ 0.4, 2 സ്ഥാനം. ആ 2 സ്ഥാനം നീക്കാൻ വീണ്ടും നമുക്ക് നിൽക്കുന്നത് അവിടെ 1 ആണ്. പിന്നെ 36, 3, 39. ആ 39, 1, 40. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ കണക്ക് എന്തായി? ഇങ്ങനെ വരും. 7.5 ഇൻറ്റു 50 കുറയ്ക്കണം 40 എന്ന് വരും. 50 40 കുറച്ചാൽ 10 ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം. അപ്പൊ 50 40 കുറച്ചാൽ 10. അപ്പൊ മൊത്തത്തിൽ നമുക്ക് എന്ത് കിട്ടി? 7.5 ഇൻറ്റു 10. 7.5 10 കൊണ്ട് ഗുണിച്ചാൽ എന്താണ് എളുപ്പവഴി? ഒരു സ്ഥാനം മാറ്റിയാൽ മതി. പോയിന്റ് അപ്പുറത്തേക്ക് മാറ്റിയാൽ മതി. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 75. 25 എന്നുള്ള ഓപ്ഷനുകളുണ്ടോ? ഉണ്ട്. അതേതാണ്? ഇതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 22.36 കൂട്ടണം 27.64 പോയിന്റ് ഇല്ലാതെ കൂട്ടി സ്ഥാനം നീക്കിയ ചെയ്യാം. അതേപോലെ മറ്റൊന്ന് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ നല്ലത് നമുക്ക് മനസ്സിൽ തന്നെ കണക്കൂട്ടുന്ന ഒരു രീതി ഉണ്ടാവുന്നതാണ്. മനസ്സിൽ തന്നെ കണക്കൂട്ടുന്ന രീതിയിലേക്ക് PSC പരീക്ഷയ്ക്ക് സമയം വളരെയധികം ലാഭിക്കാനും ഈസി ആയിട്ട് മുന്നോട്ട് പോകാനും കഴിയും. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോയാൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് പറയാനുള്ളത്. ഈ കണക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.